ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. CBI അന്വേഷണ ഉത്തരവിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KM എബ്രഹാം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് ഗൂഢാലോചന അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കത്തിലെ ആവശ്യം. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ഈ അന്വേഷണം വന്ന മാത്രയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നൊരു ആക്ഷേപമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിലാണിപ്പോൾ KM എബ്രഹാം ഒരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ട് കത്തയക്കുന്നത് മുഖ്യമന്ത്രിക്ക്. എന്താണ് ഈ കത്തിലെ വിശദവിവരങ്ങൾ? അസിത, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് CBI കേസ് ഏറ്റെടുക്കാം എന്നുള്ള ജോമോൻ പുത്തമ്പുരക്കലിന്റെ ഹർജിയിൽ ഹൈക്കോടതി അത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവന നടത്തിയത്. ഇക്കാര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം കത്ത് നൽകിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള CBI അന്വേഷണ ഉത്തരവിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം നൽകിയിരിക്കുന്നത്. നിലവിൽ കിഫ്ബി CAയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് KM എബ്രഹാം. ഇക്കാര്യത്തിൽ ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായും പറയുന്നത്. പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരക്കൽ തനിക്കെതിരെ ഗുരുതര ആരോപണവും ഉയർത്തിയെന്ന് KM എബ്രഹാം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നു. ജോമോൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ജോമോനൊപ്പം രണ്ടുപേർ കൂടി ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള കാര്യമാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. താൻ ധനവകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നവരാണ് മറ്റ് രണ്ടുപേരെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. 2015 മുതൽ ഗൂഢാലോചന നടത്തി 3 പേരും സംസാരിച്ചതിന്റെ ഫോൺ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും KM എബ്രഹാം കത്തിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുകയാണ്. തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ളതാണ് കത്തിൽ KM എബ്രഹാം വ്യക്തമാക്കുന്നത്. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാമെന്നും കത്തിൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വാദങ്ങൾ കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വിട്ടത് എന്ന ഒരു അഭിപ്രായം KM എബ്രഹാമിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടി തുടരാനുള്ള നീക്കവും ഒരു ഭാഗത്ത് KM എബ്രഹാം നടത്തുന്നുണ്ട്. കടപ്പാക്കടയിൽ ബന്ധുക്കൾക്ക്, അതായത് സഹോദരങ്ങൾക്കൊപ്പം ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണം KM എബ്രഹാമിനെതിരെ ഉയർത്തുകയും അതിനുശേഷം ഹൈക്കോടതിയെ ജോമോൻ പുത്തൻപുരക്കൽ സമീപിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇതിന് ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിലവിൽ കത്ത് നൽകിയ അടിസ്ഥാനത്തിൽ നിയമ പോരാട്ടം തുടരാനും ഒപ്പം തന്നെ IPS തലത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന നിലപാടിലേക്ക് KM എബ്രഹാം എത്തുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ നേരത്തെ വിഷുദിനത്തിൽ തന്നെ തനിക്കെതിരായ ആരോപണങ്ങൾ അത് ഈ വ്യക്തിപരമായി ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്ന് ചൂണ്ടിക്കാട്ടി കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ വിഷുദിനാശംസകളുമായി ബന്ധപ്പെട്ട് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു മുൻപ് KM എബ്രഹാമിന്റേതായി വന്ന ഒരു പ്രതികരണം അതാണ്. ജീവനക്കാരോട്, അദ്ദേഹത്തിനൊപ്പമുള്ള ജീവനക്കാരോട് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ ആ വിഷു ആശംസയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരാതിക്കാർക്കുൾപ്പെടെ വ്യക്തിപരമായ വിരോധം മുൻപ് ഉണ്ടായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങളും ഒക്കെയും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണോ ഇപ്പോൾ ഈ ഗൂഢാലോചന KM എബ്രഹാം സംശയിക്കുന്നതിലേക്കും ആ കാര്യങ്ങൾ തന്നെയാണോ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്തിലെയും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉള്ള ആരോപണമാണ് മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ നിലവിൽ KM എബ്രഹാം വ്യക്തമാക്കുന്നത് 2015 മുതലാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഇക്കാര്യത്തിൽ ധനവകുപ്പിലെ സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന 2 പേരാണ് ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചനയുടെ പിറകിൽ. ജോമോൻ പുത്തൻപുരക്കലും 3 പേരും സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണം തന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത്. 2015 UDF ഭരണകാലത്താണ് ഈ ഗൂഢാലോചന നടക്കുന്നത് എന്നുള്ളതാണ് KM എബ്രഹാം പറയുന്നത്. അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ ഉയർത്തുന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് KM എബ്രഹാമിന്റെ ഈ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ
വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് അന്ന് UDFന്റെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് നടത്തിയത് എന്ന കാര്യത്തിൽ കൂടുതൽ അടിവരയിടുന്ന നിലയിലുള്ള ഒരു വാദമാണ് നിലവിൽ ഇപ്പോൾ KM എബ്രഹാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കറിയാം കിഫ്ബിക്കെതിരെ ആയൊക്കെ വലിയ ആരോപണങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനിടയിൽ കൂടിയാണ് കിഫ്ബിയുടെ CEO കൂടിയായിട്ടുള്ള KM എബ്രഹാമിനെതിരായ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കേസും തുടർന്ന് CBI കേസ് ഏറ്റെടുക്കട്ടെ എന്ന ഹൈക്കോടതിയുടെ വിധിയും ഒക്കെ ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ മാനങ്ങൾ ഒരുപാട് ഉള്ള വിഷയമാണ്. അതിനിടയിലാണ് IAS ഉദ്യോഗസ്ഥ തലപ്പത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നടത്തണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് KM എബ്രഹാം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ താൻ ഈ സെക്രട്ടറി സ്ഥാനത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാമെന്നും KM എബ്രഹാം കത്തിൽ പറയുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷു ആശംസയുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് കിഫ്ബിയിലെ തന്റെ സഹപ്രവർത്തകർക്ക് അയച്ച ആശംസാ കത്തിലും ഇക്കാര്യത്തിൽ താൻ തുടരണമെന്ന കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് എടുക്കാം എന്ന അഭിപ്രായ പ്രകടനം KM എബ്രഹാം നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ഇതിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ നിയമ പോരാട്ടത്തിന് കൂടി വഴി തെളിയിക്കുന്ന നിലയിലുള്ള ഇതിലെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൂടി വിജിൻ അത് സൂചിപ്പിച്ചു പോയി. എങ്കിൽ പോലും നോക്കൂ, 2015 ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് KM എബ്രഹാമിനെതിരെ ഈ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസ് വരുന്നത്. അതിപ്പോൾ 2025 ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില ഉത്തരവ് വരുന്നതെങ്കിൽ പോലും ഈ സംഭവത്തിന് തന്നെ ആധാരമായ സംഭവം നടക്കുന്നത് UDFന്റെ ഭരണകാലത്താണ്. പക്ഷേ ഈ കേസിനെ ഒന്നാകെ പിണറായി വിജയനും LDF സർക്കാരിനും എതിരെ ഉപയോഗിക്കാൻ ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ശ്രമമുണ്ട് വിജിൻ. അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതല്ലേ? അതിനു കൂടിയുള്ള പ്രതിരോധം അല്ലെങ്കിൽ അതിന്റെ കൂടി യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നതാണോ ഇപ്പോൾ KM എബ്രഹാമിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്ത്? തീർച്ചയായും അസ്ത, വിശദമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കത്താണ് നിലവിൽ KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാനം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2015 മുതലാണ് ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്ന ആളുകളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇരിക്കുന്നത് എന്നാണ്. പക്ഷേ അന്ന് ഈ കേസുമായി മുമ്പോട്ട് പോകുകയും ഇപ്പോൾ CBIക്ക് കേസ് വിടാനുള്ള തീരുമാനം ഹൈക്കോടതി എടുത്തതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളാക്കി അത് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ. അതിനിടയിലാണ് ഇക്കാര്യത്തിലുള്ള വസ്തുത പുറത്തു കൊണ്ടുവരാൻ IAS തലപ്പത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള ആവശ്യം KM എബ്രഹാം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ സംഭാഷണത്തിന്റെ പകർപ്പ് തന്റെ കയ്യിലുണ്ട്, അതിന്റെ ഓഡിയോ സംഭാഷണം തന്റെ കയ്യിലുണ്ട് എന്ന വാദവും നിലവിൽ KM എബ്രഹാം ഉയർത്തുന്നുമുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ KM എബ്രഹാം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ഹൈക്കോടതിയിൽ തന്നെ ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ ഒരു ഭാഗത്ത് തീരുമാനിക്കുമ്പോൾ തന്നെ ഭരണതലപ്പത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം വേണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ KM എബ്രഹാം ഉന്നയിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഒരു കുടുംബപരമായ ഒരു സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു ധാരണാപത്രം മാത്രമാണ് താൻ ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടില്ല. അത് ഈ സഹോദരങ്ങളുമായി ചേർന്ന് നടത്തിയ ഒരു ബിൽഡിംഗ് പണിതതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ തന്റെ വാദങ്ങൾ കേൾക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നിയമ പോരാട്ടം, ഹൈക്കോടതിയിലെ നിയമ പോരാട്ടത്തിനായി ആസ്പദമായ ഒരു വിഷയമായി KM എബ്രഹാം ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഭരണതലത്തിൽ ഇത്തരത്തിൽ നടന്ന ഒരു ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് KM എബ്രഹാം ആവശ്യപ്പെടുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ മുൻപ് നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടെ അതിൻ്റെ ടെലിഫോൺ റെക്കോർഡുകളടക്കം ഫോൺ സംഭാഷണം അടക്കം തന്റെ പക്കലുണ്ട് എന്നുകൂടി KM എബ്രഹാം ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതാണ് കത്തിലെ ആവശ്യം.